ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖിഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഒരു മനുഷ്യൻ ഒരു വിശ്വാസി എന്ന തസ്തികയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാബലിലേക്ക് എത്താൻ ഏറ്റവും അനിവാര്യമായൊരു മാനദണ്ഡമായിട്ടാണ് സാഹോദര്യത്തെ ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാം സാഹോദര്യത്തിനും പരസ്പര സ്നേഹത്തിനും എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഹദീസ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതേ ഹദീസിൻ്റെ ഒരു പകർപ്പായിട്ടുള്ള ഒരു വരികളുണ്ടല്ലോ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരണം. തന്റെ സുഖം പോലെ തന്നെ തന്റെ സുഖത്തിനോട് പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു മെസ്സേജ് ആണല്ലോ ഇതിൽ നിന്ന് വരുന്നത്. ഹിജ്റയുടെ വേളയിൽ അൻസ്വാരികളായ സ്വഹാബികൾ മുഹാജിറുകളെ സ്വീകരിച്ച സംഭവം നമുക്കെല്ലാം അറിയാം. സഹാബത്ത് മദീനയിലേക്ക് ഹിജ്റ വന്നതാണല്ലോ. അതെ, എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് മക്കത്ത് നിന്ന് വരുന്നത്. തന്റെ വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് വന്ന ആൾക്കാർക്ക് ഞങ്ങളതെല്ലാം പകുത്തു നൽകാൻ നാട്ടിലേക്ക് വരികയാണ്. അവിടെ ഒന്നുമില്ല, ഞങ്ങളതെല്ലാം പകുത്തു നൽകാന്ന് പറഞ്ഞ് മുമ്പോട്ടേക്ക് വന്ന് അൻസാരി സ്വഹാബികൾ വലിയൊരു മാതൃക തന്നെയാണ് അവർ. തന്റെ സ്വത്തും അതുപോലെ തന്നെ തന്റെ വീടും എല്ലാം പകുതിയായി നേരെ തന്റെ സഹോദരനായിട്ട് നിന്നു കൊടുത്തു. അതെ, 1500 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു മാതൃക ഇപ്പോഴും റസൂലുള്ളാഹി സ്വഹാബത്ത് നമുക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു കാര്യം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടത്തിയ സേവനങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ബിർ റൂമ ജനങ്ങൾക്കായി മോചിപ്പിച്ചു നൽകിയത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ മദീനയിൽ നല്ല വെള്ളത്തിന് ക്ഷാമമുള്ള സമയം. അവിടെ ബിർ റൂമ എന്ന കിണർ ഒരു യഹൂദിൻ്റെ കീഴിലാണ്, യഹൂദിൻ്റെ ഉടമസ്ഥതയിലാണ്. അതിൽ നിന്ന് വെള്ളം ലഭിക്കണമെങ്കിൽ ക്യാഷ് കൊടുത്ത് വെള്ളം വാങ്ങണം. മദീനയിലെ സ്വഹാബിമാരെല്ലാം മുസ്ലിങ്ങളെല്ലാം ക്യാഷ് കൊടുത്ത് വെള്ളം വാങ്ങാണ്. ആ സമയത്താണ് റസൂലുള്ള പറയുന്നത്, ബിർ റൂമ കിണർ ആര് ജനങ്ങൾക്ക് മോചിപ്പിച്ച് നൽകുന്നുവോ അവർക്ക് സ്വർഗമുണ്ടെന്ന്. ഇത് കേട്ട വാദി ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആ കിണറിന്റെ പകുതി ആദ്യം വില കൊടുത്ത് വാങ്ങി, പിന്നെ അത് മുഴുവനായി വാങ്ങി ജനങ്ങൾക്ക് വിട്ടു നൽകുകയാണ്. ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വിട്ടു നൽകുകയാണ്, മോചിപ്പിച്ചു നൽകുകയാണ്. ഇത് വലിയൊരു മഹത്തായ കാര്യമാണ്. സ്വന്തത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു നൽകുകയാണ്. നമ്മൾ ഈ കേരളത്തിലെ പശ്ചാത്തലം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ മലയാളി എന്ന് പറഞ്ഞ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു സംഭവം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. മലയാളികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് എപ്പോഴും അസാധ്യമെന്ന് കരുതിയ പലതും നമ്മൾ സാധിച്ചു. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് 34 കോടി, അത് അസാധ്യമെന്ന് കരുതിയ സംഗതിയായിരുന്നു. പക്ഷെ മഞ്ഞുമല പോലെ അത് നേടിയെടുത്ത്. SMA ബാധിച്ച കുട്ടി 18 കോടി വിരിപ്പിച്ചെടുത്തത് ചെറിയ മണിക്കൂറുകൾ കൊണ്ടാണ്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു കൾച്ചറുണ്ട്. പറയപ്പെട്ട റഹീമിന്റെ ആണെങ്കിലും SMA ബാധിച്ച കുട്ടികളാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഓരോ സമയങ്ങളിലും എത്രയായി ക്യാഷ് എത്രയായി ടാർഗറ്റ് ആയോ എന്ന് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നിട്ട് സമയങ്ങളുണ്ട്. ഒരു മനുഷ്യന് മറ്റൊരാളെ സഹായിക്കുമ്പോൾ ബയോളജിക്കലി അയാളെ ബോഡിയിൽ എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഹോർമോണുകളൊക്കെ റിലീസായിട്ട് നമുക്ക് സ്വന്തം ഒരു സന്തോഷം ലഭിക്കുന്നുള്ള ഒരു തിയറി കൂടി ഇതിന്റെ പിന്നിലുണ്ട്.